അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ പാർക്കുമ്മക്കുള്ള പണി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിൻഡലിന് ശേഷമുള്ള പടുവാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് പണിക്കാരുണ്ട് ഇവിടെ. രണ്ടാൾ കല്ലേറ്റി വെക്കാനൊക്കെ ഉണ്ട്. പുറത്താണ് കല്ല്. അപ്പോൾ അത് ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് രണ്ടാൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പടുവ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി പലക അടിക്കാനുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ പടുവ് കഴിഞ്ഞ് നമ്മളെ പലകടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇന്ന് 2-3-4 പണിക്കാരൊക്കെ ഉണ്ട്. പലകയും ഷീറ്റൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെ കമ്പിപ്പണി തുടങ്ങാമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ എന്തായാലും ഈ സ്റ്റെപ്പും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്പിപ്പണി തുടങ്ങും. അപ്പം എന്തായാലും നമ്മുടെ കമ്പിപ്പണിയൊക്കെ ഏകദേശം കെട്ടിത്തീരാനായിട്ടുണ്ട്. ഇവിടെ കമ്പിൻ്റെ ഒരു അല്ലറ ചില്ലറ പണികളും കൂടി ഉണ്ട്. അപ്പോൾ വാർപ്പാക്കാനുള്ള പരിപാടിയാണ്. അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് വാർപ്പിലുള്ള മെറ്റലും കാര്യമൊക്കെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഷീറ്റൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഷീറ്റ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ മണ്ണും കാര്യമൊക്കെ ആയി കഴിഞ്ഞാൽ കാര്യമൊക്കെ. അപ്പോൾ അതുകൂടി എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളെ വീട് പോലെ ആളുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നല്ല നോക്കണം. നമ്മൾ ഷീറ്റ് നല്ല വിരിച്ച് എൻസാനും കാര്യമൊക്കെ തട്ടുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. എന്തായാലും മെറ്റലൊക്കെ ഏകദേശം തട്ടി എന്തായാലും വാർപ്പിൻ്റെ ഓരോ പണികളും ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പണിയും കൂടി ഫില്ലാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പണി അവിടെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഒരു പണിക്കാരനും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പണികളൊക്കെ തീർക്കാനുണ്ട്. നമ്മളെ ഗ്യാപ്പ് അടക്കാനുള്ളതും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അത് അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ വാർപ്പൊന്ന് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് അല്ലറ ചില്ലറ പണികളും കൂടി ഉണ്ട്. അപ്പോൾ പണിക്കാരെല്ലാവരും ഏകദേശം അവിടെ താഴത്തെത്തി നമ്മളെ കോൺക്രീറ്റ് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും നമ്മളെ ചെക്കന്മാരെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. കുറച്ച് വെയിലുണ്ട് ഇവിടെ എന്തായാലും. അപ്പോൾ എന്തായാലും നമ്മളെ പണി മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മളെ പണി എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് വാർപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ വാർപ്പിന് കോൺക്രീറ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പഴയമാതിരി നമ്മുടെ കമ്പിയോടൊന്നും കുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫുള്ള് വൈബ്രേറ്റും കാര്യമൊക്കെ ആയതുകൊണ്ട് പണി പെട്ടെന്നുണ്ട്. ഏതായാലും നമ്മുടെ പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല വെയിലാട്ടാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മഴയൊന്നുമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാഹ് നമ്മളെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. എന്തായാലും വാർപ്പൊക്കെ ഏകദേശം തീരുമാനമായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പണിക്കാർക്കുള്ള ചോറും കാര്യമൊക്കെ ചെക്കന്മാരെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഫുഡൊക്കെ എത്തി ഇവിടെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ്. ചോറ് പോൽക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കണം ഇനി. എന്തായാലും നമ്മളെ വാർപ്പ് പിറ്റേ ദിവസം നമ്മളൊന്ന് ചെറുതായിട്ട് നനക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും ഇന്ന് ബണ്ട് കെട്ടാനും ഗ്രൗട്ട് അടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് വേണം ബണ്ട് കെട്ടാൻ അവിടെ. അപ്പോൾ എൻ്റെ കുട്ടിയും ബാപ്പയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നനച്ചുകൊണ്ട് നിൽക്കണം. ചെറുതായിട്ട് നനച്ചു കൊടുക്കണം. നമ്മൾ ബണ്ട് കെട്ടിയിട്ട് നമ്മൾ വെള്ളം നിർത്തലുണ്ടാവില്ല. നാളെ പിറ്റേ ദിവസമൊക്കെ നമ്മൾ വെള്ളം ഫുള്ളായി നിറച്ചിടണം കേട്ടോ. അപ്പോൾ ഇന്ന് ഫുള്ള് വെള്ളമായി നിറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ ബണ്ടൊക്കെ പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം നിറച്ചിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ബണ്ടൊക്കെ ഏകദേശം കെട്ടിത്തീരാറായി. അപ്പോൾ എന്തായാലും നമ്മൾ പിറ്റേ ദിവസം നമ്മളെ മെയിൻ പാർപ്പിൻ്റെ
മുള്ളിൽ ഫുള്ള് വെള്ളം നിറച്ചിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളം നനവ് നല്ലോണം ചെല്ലണം കേട്ടോ. അപ്പോൾ ഏകദേശം വെള്ളം ഫുള്ളാക്കി നിറച്ചിട്ടുണ്ട്. നമ്മളെ വാർപ്പിന് മെയിൻ എന്താ വെച്ചാൽ ഒരു 10-14 ദിവസം 15 ദിവസം നല്ല വാർപ്പിൻ്റെ മേലെ വെള്ളം ഫുള്ളാക്കി നിറച്ച് ഇതേമാതിരി ഇങ്ങനെ ഇടണം കേട്ടോ. എന്നാലേ നമ്മളെ വാർപ്പിനൊരു സെറ്റിങ്ങും കാര്യമൊക്കെ വരുള്ളൂ. അപ്പോൾ അതൊക്കെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വെള്ളം കുറയുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ഇടയ്ക്ക് നനച്ചും കൊണ്ട് നിൽക്കണത്. നല്ല വെയിലൊക്കെ ആണെങ്കിൽ കുറച്ച് വലിച്ചിട്ടുണ്ടാവും വെള്ളം. എന്തായാലും ഇപ്പോൾ ഫുള്ള് വെള്ളം നിറച്ചിട്ടുണ്ട്. പണ്ട് ഒരു 15 ദിവസയിലും ഇങ്ങനെ വെള്ളം നിർത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും 15 ദിവസം ഏകദേശം തീരുമാനമായി. നമ്മുടെ മുട്ടും വലയൊക്കെ പൊളിച്ചാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടും വലയും 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ മുട്ടും വലയൊക്കെ അവിടെ പൊളിച്ചെടുക്കാൻ പണിക്കാരോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ വാർപ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മുട്ടും വലയൊക്കെ തട്ടാൻ വേണ്ടി പണിക്കാരെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയെടുത്തുകൊണ്ടിട്ടുണ്ട് ഇവിടെ. നമ്മളെ പഴയ മാതിരി നമ്മളെ മുട്ടും റണ്ണർ പീസും ഒന്നല്ല ഇപ്പോൾ സ്പാനും കാര്യമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്നാണ് അവിടെ ഒരു കുത്തുന്ന കുറച്ച് പലകളൊക്കെ ഉണ്ടാവുള്ളൂ. മുട്ടും ഇതൊക്കെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നിറച്ച് നമ്മൾ മുട്ടുകൊണ്ട് നമുക്ക് ഉള്ളിൽ കൂടെ നടക്കാൻ കഴിയില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ 2-3-4 മുട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുള്ളൂ. ഓരോരോ ഐറ്റംസ് പരിപാടികളാണ് ഇപ്പോൾ ഫുള്ള്. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് മുട്ടും വലയൊക്കെ നമുക്ക് അകത്ത് കൂടെ നടക്കാൻ കഴിയില്ല. ഇപ്പോൾ കണ്ടില്ല അവിടെ ഇവിടെയൊക്കെ ഓരോ മുട്ടുള്ളൂ. ഏകദേശം നമ്മളെ മുട്ടും വലയൊക്കെ തട്ടിക്കഴിഞ്ഞ് ഞാൻ വീടിൻ്റെ ഉള്ളിൽ ഫുള്ളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹാള്. ഞാൻ 2 റൂമുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അവിടെ സ്ഥലക്കുറവുള്ളതുകൊണ്ട് നമ്മളൊരു കുറച്ച് ഒരു ഇതിലൊക്കെ ആയിട്ട് നമ്മളെ റൂമൊക്കെ ഏകദേശം ഒരു 10 റൂമാണ് രണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ആളും ഒരു മീഡിയം വലിപ്പമുള്ളൂ. എന്നാലും അൽഹംദുലില്ലാ നമുക്കത് മതി. അപ്പോൾ ഞാൻ കിച്ചണ് ഏകദേശം കുറച്ചൊരു വലുപ്പത്തിലെടുത്ത് തരുന്ന കിച്ചണ് മാത്രമാണ്. അപ്പോൾ എന്തായാലും റൂം രണ്ടും 10 ആളൊരു അത്യാവശ്യത്തിലുള്ള വലുപ്പം കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ആളില് വലിപ്പം കുറച്ച് കുറവായാലും എന്നാലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിനുള്ള വലിപ്പം കാര്യമൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ കിച്ചണാണ് കുറച്ച് വലിപ്പം നമ്മൾ കൂട്ടിയിട്ടുള്ളത്. കിച്ചൺ വലിപ്പം കൂട്ടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ സ്ലാബും കാര്യമൊക്കെ വരുമ്പോൾ അതിൻ്റെ സ്പേസ് പോകില്ല. അപ്പോൾ അതിന് കുറച്ച് വലിപ്പം കൂട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ അതാണ് എൻ്റെ വീട്. അപ്പോൾ ഇനി കുറച്ച് പണികളും കൂടി ഉണ്ട്. വാർപ്പിൻ്റെ കുറച്ച് പണികളുണ്ട്. കോണിക്കൂടും ചിമ്മിനിയൊക്കെ കെട്ടാണ്ട് നമുക്ക് അതിനുള്ള കല്ലുകളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. എൻ്റെ പണി എല്ലാവരും പ്രാർത്ഥിക്കണം. അസ്സലാമു അലൈക്കും.